നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മിക്ക ഗൾഫ് രാഷ്ട്രങ്ങളിലും നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്താനായി പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ. തൊഴിൽ താമസ നിയമം ലംഘിച്ച് കഴിയുന്നവരെ പരിശോധനയിലൂടെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ബഹ്റൈനും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്താനായി പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗവർണറേറ്റിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അധികൃതർ വിവിധ സ്ഥലങ്ങളിൽ പരിശോധനയ്ക്ക് എത്തി. പ്രവാസികൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെത്തിയ ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ചും വിരലടയാളം ഉൾപ്പെടെയുള്ളവ ശേഖരിച്ചും ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിച്ചു. നിരവധി നിയമലംഘനങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയെന്ന ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. തൊഴിൽപരമായ നിയമലംഘനങ്ങൾക്ക് പുറമെ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിഞ്ഞു വരുന്നവരെയും കണ്ടെത്തി. ഇവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. രാജ്യത്തെ നാഷണാലിറ്റി, പാസ്പോർട്ട്സ് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് വിഭാഗത്തിന്റെയും സത്തേൺ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റിന്റെയും ക്രൈം ഡിറ്റക്ഷൻ ആൻഡ് ഫോറൻസിക് എവിഡൻസ് ജനറൽ ഡയറക്ടറേറ്റിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിശോധനകൾ നടന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് കർശനമായ പരിശോധന രാജ്യത്ത് തുടരുമെന്നും നിയമലംഘനങ്ങൾ കണ്ടെത്തി കടുത്ത നടപടി സ്വീകരിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. രാജ്യത്തെ തൊഴിൽ മേഖലയിലെ നടപടികൾ സുതാര്യമാക്കാനും നിയമപരമായി നിലനിർത്താനും ലക്ഷ്യമിട്ട് സർക്കാർ ഏജൻസികൾ സ്വീകരിക്കുന്ന നടപടികളിൽ പൊതുജനങ്ങളുടെ പിന്തുണയും അധികൃതർ തേടിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ അതോറിറ്റിയുടെ വെബ്സൈറ്റായ www.imra.bhl നൽകിയിട്ടുള്ള ഇലക്ട്രോണിക് ഫോം പൂരിപ്പിച്ചോ അല്ലെങ്കിൽ 17506055 എന്ന നമ്പറിൽ കോൾ സെന്ററിൽ വിളിച്ചോ വിവരം അറിയിക്കണമെന്നാണ് നിർദ്ദേശം. അതുപോലെ കുവൈത്തിൽ താമസ നിയമങ്ങൾ ലംഘിച്ച് കഴിയുന്നവരെ പിടികൂടാനായി കർശന പരിശോധനയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച് നിരവധി പ്രവാസികളാണ് ഓരോ ദിവസവും പിടിയിലാകുന്നത്. റെസിഡൻഷ്യൽ ഏരിയകളിൽ അനധികൃതമായി താമസിക്കുന്ന ബാച്ചിലർമാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ബാച്ചിലേഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. ഫാമിലി റെസിഡൻഷ്യൽ ഏരിയകളിൽ ബാച്ചിലർമാർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ വൈദ്യുതി വിച്ഛേദിച്ചാണ് ബാച്ചിലേഴ്സ് കമ്മിറ്റി പരിശോധന തുടരുന്നത്. ഇതിനോടകം പർവാനിയ ഗവർണറേറ്റിലെ 100-ലധികം സ്ഥലങ്ങളിൽ വൈദ്യുതി വിച്ഛേദിച്ചതായി വൈദ്യുതി ജല പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിന്റെ ജുഡീഷ്യൽ കൺട്രോൾ ടീം ഡെപ്യൂട്ടി ഹെഡ് അഹമ്മദ് അൽ ഷബ്മാരി വിശദമാക്കിയിരുന്നു. എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ആഭ്യന്തര മന്ത്രാലയവും കുവൈറ്റ് മുനിസിപ്പാലിറ്റിയും മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. വിതരണ ശൃംഖലാ മേഖലയുമായി ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ പരിശോധനകളിൽ കുടുംബങ്ങൾക്ക് സുരക്ഷ, ആരോഗ്യം, സാമൂഹിക ഭീഷണി എന്നിവ ഉയർത്തുന്ന നിരവധി വിഷയങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. പൗരന്മാർ ഇവയിൽ പലതും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലായിരുന്നു പരിശോധനയെന്നും അൽ ഷമ്മാരി കൂട്ടിച്ചേർത്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്.